السلام عليكم ورحمة الله وبركاته. أتى رمضان مزرعة العباد لتطهير القلوب من الفساد. الحمد لله والصلاة والسلام على من لا نبي بعده. പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വദൂദാണ്, ഗഫൂറാണ്, റഹീമും റഹ്മാനുമാണ്. ഗഫാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മൾക്ക്, വിശേഷിച്ച് വിശ്വാസികളായ നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളിൽ, നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ റമദാൻ മാസവും ആ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനവും മറ്റു ആരാധനാ കർമ്മങ്ങളും ഒക്കെ. 30 ദിനരാത്രങ്ങളിലെ കണ്ടിന്യൂസ് ക്ലീനിങ് പ്രോസസ് എന്ന് വേണം നമ്മൾ പറയാൻ, മനസ്സിലാക്കാൻ. ജീവിതത്തിൽ വന്നുപോയ ഗഫലത്തുകളാൽ വന്നുപോയ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, ചെയ്യേണ്ടത് ചെയ്യാതെ പോയത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയത്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയത്, അങ്ങനെ ഒരുപാട് മതപരമായ വിഷയങ്ങളിലും ഭൗതികമായ മേഖലകളിലും ഇവിടെയൊക്കെ ഇതിനൊക്കെ പരിഹാരമായി റബ്ബിനോട് ചോദിക്കാൻ, റബ്ബിനോട് പാപമോചനം തേടാൻ, ബറക്കത്തിനു വേണ്ടി തേടാൻ എല്ലാം ഈ പരിശുദ്ധ റമദാനിലൂടെ സാധ്യമാകണം. റമദാൻ അത് തത്ഹീറുൽ ഖുലൂബ് മിനൽ ഫസാദ്, ഹൃദയങ്ങളിൽ വന്നുപോയ കേടുപാടുകളെ സംശുദ്ധീകരിക്കാനുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 183-ാം വചനത്തിൽ നോമ്പിനെ കുറിച്ച് പ്രതിപാദിച്ചിടത്ത് അവസാനം സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അങ്ങനെ സൂക്ഷ്മത പാലിച്ചു പോകാൻ ഈ പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, മറ്റ് ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്കേവർക്കും സാധ്യമാകണം. അല്ലാഹു അതിന് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. മറക്കാതിരിക്കുക, നല്ല നിയ്യത്തോടുകൂടെ വ്രതാനുഷ്ഠാനം, റയ്യാൻ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖത്മുൽ ഖുർആനിന്റെ 29-30 ജുസുകളാണ് ഇനി ബാക്കിയുള്ളത്. അടുത്ത ദിവസം മുതൽ 29-ാം ജുസ് അഥവാ ജുസ് തബാറക സൂറത്തുൽ മുൽക്ക് മുതൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക, ഒരുപാട് രോഗികൾ, പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾ, എല്ലാവർക്കും പ്രാർത്ഥനയിൽ അല്പസമയം മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു പരിശുദ്ധ റമദാനിനെ കൃത്യമായി അനുഷ്ഠിക്കുവാനും അതിലൂടെ പാപമുക്തരായി റയ്യാനിലൂടെ സ്വർഗത്തിലെത്തുവാനും നമ്മയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.